ആകാശവാണി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. നമ്മുടെ ഉൽപ്പന്നങ്ങൾ ലോകോത്തരമാണെന്ന് ഉറപ്പിക്കേണ്ട സമയമായെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൻ കി ബാത്തിന്റെ 72ാം ലക്കത്തിൽ ജനങ്ങളുമായി തന്റെ ആശയങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു അദ്ദേഹം. ലോകോത്തരമായ എന്തും നമ്മൾ ഇന്ത്യയിൽ ഉണ്ടാക്കി കാണിക്കണം. ഇതിനായി നമ്മുടെ സംരംഭകരും സ്റ്റാർട്ടപ്പുകളും മുൻപോട്ട് വരണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വിശദാംശങ്ങളിലേക്ക്. വിദേശ നിർമ്മിത വസ്തുക്കളുടെ ഇന്ത്യൻ നിർമ്മിത ബദലുകൾ ഏതാണെന്ന് മനസ്സിലാക്കി അത് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ച് ഉപയോഗിക്കണമെന്നും ശ്രീ മോദി വ്യക്തമാക്കി. ഇത് ഒരു പുതുവർഷ പ്രതിജ്ഞയാക്കി നമ്മുടെ നാടിനു വേണ്ടി മുന്നോട്ട് വരണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. वोकल फॉर लोकल ये आज घर घर में गूंज रहा है. ऐसे में अब यह सुनिश्चित करने का समय है कि हमारे प्रोडक्ट्स विश्व स्तरीय हो. जो भी ग्लोबल बेस्ट हैं वो हम भारत में बनाकर दिखाएं. इसके लिए हमारे उद्यमी साथियों को आगे आना है. स्टार्टअप्स को भी आगे आना है. രാജ്യത്ത് കോവിഡ് പ്രതിസന്ധിയിൽ നമ്മുടെ അധ്യാപകർ സ്വീകരിച്ചിരിക്കുന്ന നൂതനമായ രീതികളും അവർ തയ്യാറാക്കിയ പഠന സാമഗ്രികളും അമൂല്യമാണെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഈ കോഴ്സ് മെറ്റീരിയൽ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ദീക്ഷ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണമെന്ന് അധ്യാപകരോട് അഭ്യർത്ഥിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ വിദൂര പ്രദേശങ്ങളിലുള്ള വിദ്യാർത്ഥികൾക്ക് ഇത് പ്രയോജനപ്രദമാകും. നമ്മുടെ രാജ്യത്തെ യുവാക്കളിൽ എന്തും ചെയ്യാൻ കഴിയുമെന്ന സമീപനവും എന്തും ചെയ്യാമെന്ന ആവേശവും ഉള്ളതായും ഒന്നും അവർക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത ദൂരത്തല്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഡൽഹിയിലും രാജ്യത്തെ മറ്റു നഗരങ്ങളിലും കൊടും തണുപ്പിനിടയിലും തെരുവിലെ മൃഗങ്ങളെ സംരക്ഷിക്കാൻ ആളുകൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ പ്രശംസനീയമാണെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. പുതുവർഷത്തിൽ ബീച്ചുകളും പർവ്വതങ്ങളും അടക്കമുള്ള പൊതുസ്ഥലങ്ങളിൽ മാലിന്യങ്ങൾ വലിച്ചെറിയില്ല എന്ന ദൃഢപ്രതിജ്ഞ എടുക്കണമെന്ന് പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ ആഹ്വാനം ചെയ്തു. ശുചിത്വ ഭാരത യജ്ഞത്തിന്റെ ആദ്യ തീരുമാനം ഇതുതന്നെയാണ്. ഒറ്റത്തവണ ഉപയോഗിച്ച് വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കിൽ നിന്നും നാം മോചനം നേടണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. അടുത്ത വർഷം ജനുവരിയിൽ വ്യത്യസ്ത വിഷയങ്ങളുമായി മൻ കി ബാത്ത് തുടരുമെന്ന് അറിയിച്ച പ്രധാനമന്ത്രി ജനങ്ങൾക്ക് പുതുവർഷ ആശംസകൾ നേർന്നുകൊണ്ടാണ് ഇന്നത്തെ मन की बात उपसंहरिച്ചത്. हमें देश को सिंगल यूज प्लास्टिक से मुक्त करना ही है. ये भी 2021 के संकल्पों में से एक है. आखिर में मैं आपको नए वर्ष के लिए बहुत बहुत शुभकामनाएं देता हूं. आप खुद स्वस्थ रहिए, अपने परिवार को स्वस्थ रखिए. ന്യൂസ് ഡെസ്ക് ആകാശവാണി. വയനാട് മെഡിക്കൽ കോളേജ് സംബന്ധിച്ച് സർക്കാർ ഗൌരവമായി ആലോചിച്ചു വരുന്നതായും ഇക്കാര്യത്തിൽ ഉടൻ തീരുമാനം ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരള പര്യടനത്തിന്റെ ഭാഗമായി കൽപ്പറ്റയിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. ദുരന്തങ്ങളുടെ കൂടി പശ്ചാത്തലത്തിൽ ജില്ലയിൽ എയർ സ്ട്രിപ്പ് വേണമെന്ന ആവശ്യം സർക്കാർ ആലോചിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ജില്ലയുടെ 2 പ്രധാന ജലസേചന പദ്ധതികളായ കാരാപ്പുഴ പദ്ധതി 2023ലും ബാണാസുര പദ്ധതി 2024ലും പൂർത്തിയാക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ഈ വർഷം തന്നെ കാരാപ്പുഴ ഡാമിന്റെ സംഭരണശേഷി വർദ്ധിപ്പിക്കുവാനുള്ള നടപടികൾ ഉണ്ടാകും. ഇതോടെ സംഭരണശേഷി ഇരട്ടിയാകും. ആദിവാസി ഭൂപ്രശ്നം പരിഹരിക്കുന്നതിനും തൊഴിൽ ഉറപ്പാക്കുന്നതിനും ഈ സർക്കാർ മുന്തിയ പരിഗണനയാണ് നൽകുന്നത്. ജില്ലയിൽ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിൽ +2 അനുവദിക്കുന്ന കാര്യം പരിശോധിക്കും. വന്യമൃഗശല്യം തടയുന്നതിന് കിഫ്ബിയിൽ വിവിധ പദ്ധതികൾ പൂർത്തിയാക്കുമെന്നും ശ്രീ പിണറായി വിജയൻ അറിയിച്ചു. സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ സർവ്വതല സ്പർശിയായ വികസനം ലക്ഷ്യമിട്ടാണ് സർക്കാർ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരള പര്യടനത്തിന്റെ ഭാഗമായി കോഴിക്കോട് സംഘടിപ്പിച്ച ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഒരു വിഭാഗത്തിനും വികസനം ലഭ്യമാവാതിരിക്കരുത്. ഇതിനുള്ള ശ്രമങ്ങളാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സർവ്വതല വികസനത്തിന്റെ ഭാഗമായാണ് സർക്കാർ 4 മിഷനുകൾ മുന്നോട്ട് വെച്ചത്. സംസ്ഥാനത്ത് വ്യവസായ സൌഹൃദ അന്തരീക്ഷം കൊണ്ടുവരാൻ സർക്കാരിന് സാധിച്ചു. പരിസ്ഥിതി സംരക്ഷണത്തിന് സർക്കാർ മുന്തിയ പരിഗണന നൽകുന്നു. പരിസ്ഥിതിക്ക് ആഘാതമുണ്ടാക്കുന്ന വ്യവസായങ്ങൾ അനുവദിക്കില്ല. തരിശുരഹിത ജില്ല എന്ന ലക്ഷ്യത്തിലേക്ക് നാം മുന്നേറുകയാണ്. തരിശായി കിടക്കുന്ന മുഴുവൻ പ്രദേശങ്ങളും കൃഷിക്ക് ഉപയോഗപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിൽ ഇന്ന് 4905 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 3463 പേർ രോഗമുക്തി നേടി. വിശദാംശങ്ങളുമായി സുവർണ. എറണാകുളം 605, കോഴിക്കോട് 579, മലപ്പുറം 517, കോട്ടയം 509, കൊല്ലം 501, പത്തനംതിട്ട 389, തൃശൂർ 384, തിരുവനന്തപുരം 322, കണ്ണൂർ 289, ആലപ്പുഴ, വയനാട് ജില്ലകളിൽ 231 വീതം, പാലക്കാട് 230, ഇടുക്കി 81, കാസർഗോഡ് 37 എന്നിങ്ങനെയാണ് രോഗബാധ. 3463 പേർ രോഗമുക്തി നേടി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 46,116 സാമ്പിളുകൾ പരിശോധിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10.64%. 25 മരണം കൂടി കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചതോടെ സംസ്ഥാനത്ത് ആകെ മരണം 2976 ആയി.
4307 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 471 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 44 ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്. 65,169 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. 6,72,196 പേർ ഇതുവരെ കോവിഡിൽ നിന്നും മുക്തി നേടി. ഇന്ന് 7 പുതിയ ഹോട്ട്സ്പോട്ടുകൾ കൂടി ചേർത്തതോടെ സംസ്ഥാനത്തെ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 466 ന്യൂസ് ഡെസ്ക് ആകാശവാണി. രാജ്യത്ത് കോവിഡ് രോഗമുക്തി നിരക്ക് 95.82% ഉയർന്നു. ചികിത്സയിൽ ഉള്ളത് 2,78,690 പേർ മാത്രമാണ്. ഇന്നലെ 21,000-ലധികം പേർ കോവിഡ് മുക്തരായതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇതോടെ ആകെ രോഗമുക്തരുടെ എണ്ണം 97,61,000 പിന്നിട്ടു. അതേസമയം ഇന്നലെ 18,732 പേർക്ക് കൂടി രാജ്യത്ത് പുതുതായി രോഗം റിപ്പോർട്ട് ചെയ്തു. 1,47,622 രാജ്യത്തെ നിലവിലെ കോവിഡ് മരണസംഖ്യ. ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 8,81,000 കടന്നു. 5,70,00,000-ലേറെ പേർ രോഗമുക്തരായി. ലോകത്ത് കോവിഡ് ബാധിച്ചു മരിച്ചവരുടെ എണ്ണം 17,66,000 കടന്നു. 2,20,00,000-ലേറെ പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. വാഹനരേഖകളുടെ കാലാവധി നീട്ടി. 2020 ഫെബ്രുവരി 1 ശേഷം തീർന്നവയുടെ കാലാവധിയാണ് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം 2021 മാർച്ച് 31 വരെ നീട്ടിയത്. നേരത്തെ ഈ മാസം 31 വരെ നീട്ടിയിരുന്നു. ഡ്രൈവിംഗ് ലൈസൻസ്, പെർമിറ്റ്, ഫിറ്റ്നസ്, താൽക്കാലിക രജിസ്ട്രേഷൻ എന്നിവയുടെ കാലാവധിയാണ് കോവിഡ് വ്യാപനം കണക്കിലെടുത്ത് നീട്ടുന്നത്. കോവിഡ് സൃഷ്ടിച്ച സാമ്പത്തിക പ്രതിസന്ധി കണക്കിലെടുത്ത് വാഹനരേഖകളുടെ കാലാവധി നീട്ടി നൽകണമെന്ന് ചരക്കുവാഹന ഉടമകളും സംസ്ഥാന സർക്കാരുകളും കേന്ദ്രത്തിന് കത്ത് നൽകിയിരുന്നു. ഇത് കണക്കിലെടുത്താണ് കേന്ദ്ര സർക്കാർ തീരുമാനം. കൊച്ചി കോർപ്പറേഷനിലേക്ക് നാളെ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ LDF ധാരണപ്രകാരം മേയർ സ്ഥാനത്തേക്ക് M. അനിൽകുമാർ മത്സരിക്കും. ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് KA അൻസിയയും മത്സരിക്കും. അനിൽകുമാർ CPIM എറണാകുളം ജില്ലാ കമ്മിറ്റി അംഗവും MG സർവകലാശാല സിൻഡിക്കേറ്റ് അംഗവുമാണ്. അൻസിയ CPI പ്രതിനിധിയായാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. കണ്ണൂർ കോർപ്പറേഷനിലെ മേയർ സ്ഥാനത്തേക്ക് നാളെ രാവിലെ 11 മണിക്ക് വോട്ടെടുപ്പ് ആരംഭിക്കും. കോൺഗ്രസിലെ അഡ്വക്കേറ്റ് TO മോഹനനും CPIM-ലെ N. സുകന്യയുമാണ് മേയർ സ്ഥാനത്തേക്കുള്ളത്. ആകെയുള്ള 55 അംഗ കൌൺസിലിൽ 34 അംഗങ്ങൾ UDF-നുണ്ട്. 19 അംഗങ്ങളാണ് LDF-നുള്ളത്. NDA-ക്ക് ഒരംഗവും മറ്റുള്ളവർക്ക് ഒരു സീറ്റുമുണ്ട്. കൊല്ലം കോർപ്പറേഷൻ മേയർ സ്ഥാനാർത്ഥിയായി പ്രസന്ന ഏണസ്റ്റിനെ CPIM കൊല്ലം ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചു. മുൻപ് ഒരു തവണ കൊല്ലം മേയർ പദവി വഹിച്ചിട്ടുള്ള പ്രസന്ന ഏണസ്റ്റ് നിലവിൽ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗവും മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറിയുമാണ്. ISL-ൽ ഹൈദരാബാദ് FC-ക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിന് 1 ഗോൾ നേട്ടം. നിലവിൽ മത്സരം 78 മിനിറ്റ് പിന്നിട്ടപ്പോഴും കേരളം മുന്നിലാണ്. കേരളത്തിനു വേണ്ടി അബ്ദുൾ നെടിയോടത്താണ് ഗോൾ നേടിയത്. 3 പോയിന്റുള്ള ടീം 9ാം സ്ഥാനത്താണ്. ഹൈദരാബാദ് 7ാം സ്ഥാനത്തുമാണ്. മെൽബണിൽ നടക്കുന്ന ഓസ്ട്രേലിയക്കെതിരായ 2ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ 2ാം ദിനം കളി അവസാനിപ്പിച്ചപ്പോൾ ഇന്ത്യയ്ക്ക് 82 റൺസിന്റെ 1ാം ഇന്നിംഗ്സ് ലീഡ്. സെഞ്ചുറിയുമായി ക്രീസിലുള്ള ക്യാപ്റ്റൻ അജിങ്ക്യ രഹാനെയുടെ മികവിലാണ് ഇന്ത്യ ഇന്നിംഗ്സ് ലീഡ് പിന്നിട്ടത്. 104 റൺസുമായി രഹാനെയും 40 റൺസുമായി രവീന്ദ്ര ജഡേജയുമാണ് ക്രീസിൽ. നിലവിൽ ഇന്ത്യ 5 വിക്കറ്റ് നഷ്ടത്തിൽ 277 റൺസ് നേടിയിട്ടുണ്ട്. 1ാം ഇന്നിംഗ്സിൽ ഓസ്ട്രേലിയ 195 റൺസിന് എല്ലാവരും പുറത്തായിരുന്നു. രാജ്യത്തെ 100ാമത്തെ കിസാൻ റെയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഫ്ളാഗ് ഓഫ് ചെയ്യും. മഹാരാഷ്ട്രയിലെ സാങ്കോളയിൽ നിന്ന് പശ്ചിമ ബംഗാളിലെ ഷാലിമാറിലേക്കുള്ള കിസാൻ റെയിലാണ് പ്രധാനമന്ത്രി വീഡിയോ കോൺഫറൻസിംഗിലൂടെ നാളെ ഉദ്ഘാടനം ചെയ്യുന്നത്. രാജ്യത്തെ 100ാമത്തെ കിസാൻ റെയിലാണ് ഇത്. കോളിഫ്ലവർ, കാപ്സിക്കം, കാബേജ്, മുളക്, ഉള്ളി തുടങ്ങിയവയും മുന്തിരി, ഓറഞ്ച് തുടങ്ങിയ പഴവർഗ്ഗങ്ങളും കേടുകൂടാതെ അതത് സ്ഥലങ്ങളിൽ എത്തിക്കാൻ കഴിയുന്നതാണ് ഈ ട്രെയിൻ. പഴങ്ങളുടെയും പച്ചക്കറികളുടെയും ഗതാഗതത്തിന് 50% ഗവൺമെന്റ് സബ്സിഡിയും നൽകുന്നുണ്ട്. കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ, റെയിൽ മന്ത്രി പീയൂഷ് ഗോയൽ തുടങ്ങിയവരും വീഡിയോ കോൺഫറൻസിംഗിൽ പങ്കെടുക്കും. ഈ വർഷം ഓഗസ്റ്റ് 7-ന് ദേവ്ലാലിൽ നിന്നും ധനാപൂരിലേക്കാണ് രാജ്യത്തെ ആദ്യത്തെ കിസാൻ ട്രെയിൻ സർവീസ് നടത്തിയത്. രാജ്യത്തെ ആദ്യ ഡ്രൈവർ രഹിത മെട്രോ ട്രെയിൻ സർവീസിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നിർവഹിക്കും. ഡൽഹി മെട്രോയുടെ മജന്ത ലൈനിലായിരിക്കും ട്രെയിൻ സർവീസ് നടത്തുക. പൂർണ്ണമായും ഓട്ടോമേറ്റഡ് ആയതിനാൽ മാനുഷികമായ തെറ്റുകൾ ഒഴിവാക്കാൻ ഡ്രൈവർ രഹിത ട്രെയിനുകൾക്ക് സാധിക്കുമെന്നാണ് കണക്കാക്കുന്നത്. ന്യൂഡൽഹിയിലെ ജനക്പുരി വെസ്റ്റിനും ബൊട്ടാണിക്കൽ ഗാർഡനും ഇടയ്ക്കാണ് ട്രെയിൻ സർവീസ് നടത്തുക. ഡൽഹി മെട്രോയുടെ പിങ്ക് ലൈനിലും 2021 പകുതിയോടെ ഡ്രൈവർ രഹിത ട്രെയിൻ സർവീസുകൾ നടപ്പാക്കാനാണ് പദ്ധതിയിടുന്നത്. സംസ്ഥാനത്ത് തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് ആവശ്യമായ പദ്ധതി ഇത്തവണത്തെ ബജറ്റിൽ ഉണ്ടാവുമെന്ന് ധനമന്ത്രി TM തോമസ് ഐസക്. സമ്പദ് വ്യവസ്ഥയെ കോവിഡിന്റെ ആഘാതത്തിൽ നിന്ന് കരകയറ്റുന്നതിന് ജനുവരി 15-ന് അവതരിപ്പിക്കുന്ന ബജറ്റിൽ നിർദ്ദേശങ്ങൾ ഉണ്ടാവുമെന്നും മന്ത്രി തോമസ് ഐസക് പറഞ്ഞു. സംസ്ഥാനത്തെ സർക്കാർ ITIകൾ ഉൽപാദന വിതരണ സേവന കേന്ദ്രങ്ങളായി മാറുന്നു. ITI വിദ്യാർത്ഥികളുടെ നൈപുണ്യശേഷിയും തൊഴിൽ സാധ്യതയും വർദ്ധിപ്പിക്കുവാനുള്ള സർക്കാർ തീരുമാനത്തിന്റെ ഭാഗമായാണ് ITIകളിൽ ഉൽപാദന വിപണന സേവന കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നത്.
പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും AIR_news_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.